RSS ക്യാമ്പ് നടക്കുന്ന നിലമ്പൂർ NSS സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി. RSS പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത്. CPIM ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിനകത്ത് കയറി എന്തെങ്കിലും പ്രകോപനമുണ്ടാക്കാൻ ചെന്നവരെ അല്ലെങ്കിൽ അക്രമമുണ്ടാക്കാൻ ചെന്നവരെ ആക്രമിക്കുകയല്ല. ക്യാമ്പ് ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഈ റോട്ടിൽ കൂടെ പോലും ഒരാൾക്കും യാത്ര ചെയ്യാൻ പാടില്ല എന്ന RSSന്റെ സ്വതസിദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. യാത്ര ചെയ്യുന്ന ആളുകളെ ആക്രമിക്കുക, അവരുടെ വാഹനങ്ങൾ ആക്രമിക്കുക, അതിനെ സംബന്ധിച്ച് പോലീസോ ബന്ധപ്പെട്ട ആളുകളോ അന്വേഷിച്ചാൽ ഞങ്ങൾ ഈ അക്രമം തുടരും എന്ന് ആവർത്തിക്കുക മാത്രമല്ല, അന്വേഷിച്ചു ചെല്ലുന്നവൻ്റെ വീട്ടിൽ കയറി വെട്ടാനും മടിക്കില്ല എന്ന അങ്ങേയറ്റത്തെ ധിക്കാരപരമായ അക്രമോത്സുകമായ ആക്രോശമാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. CPIMനെ സംബന്ധിച്ചിടത്തോളം, DYFIയെ സംബന്ധിച്ചിടത്തോളം ആ നാടിൻ്റെ സമാധാനം സംരക്ഷിക്കുന്നതിനും സൗഹൃദാന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നതിനും എന്ത് വിട്ടുവീഴ്ച ചെയ്തും നിലപാട് സ്വീകരിക്കണം എന്ന് നിലപാട് സ്വീകരിച്ചുള്ള പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് നാട്ടിൽ സമാധാനം തകർക്കുന്ന ഒരു നിലപാടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, സ്വാഭാവികമായും ഒരു ക്യാമ്പ് നടത്തുന്നതിനും യോഗം നടത്തുന്നതിനുമൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട്, RSSനും അവകാശമുണ്ട്. എന്നാൽ ആ ക്യാമ്പ് നടത്തുന്നതിൻ്റെ പരിസരത്തു കൂടെ പോലും ഒരാൾക്കും പോകാൻ പാടില്ല, റോഡിലൂടെ പോലും യാത്ര ചെയ്യാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അങ്ങനെ പോകുന്ന ആളുകളെ ആക്രമിക്കും, അവരുടെ വാഹനങ്ങൾ തകർക്കും, അതിനുശേഷം വീട്ടിൽ കയറി വീണ്ടും ആക്രമിക്കും എന്ന ഭീഷണി ആ നിലപാടുമായി മുന്നോട്ട് പോകാനാണോ RSS ആഗ്രഹിക്കുന്നത്? ഞങ്ങളൊരു കാര്യം ഇവിടെ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഭാഗത്ത് സമാധാന അന്തരീക്ഷം തകരാതിരിക്കാനുള്ള എല്ലാ വിട്ടുവീഴ്ചയും എല്ലാ ജാഗ്രതയും സ്വീകരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകന്മാരെ, ഞങ്ങളുടെ ഏതെങ്കിലും സഹോദരന്മാരെ, ഇനി ഞങ്ങളുടെ പ്രവർത്തകന്മാരല്ലെങ്കിലും നാട്ടിൽ ആരെങ്കിലും ഒരാളെ അന്യായമായി ആക്രമിക്കാൻ ആര് ശ്രമിച്ചാലും, അത് RSS ശ്രമിച്ചാലും, ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എന്ന കാരണം കൊണ്ട് അതെല്ലാം അനുവദിച്ചു തരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്കിനി ലോകത്തിന്റെ ഭരണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും, ഞങ്ങൾക്ക് ഈ ചക്കാലക്കുത്തെ ഒരേ ഒരു ചെറുപ്പക്കാരനെ അവശേഷിക്കുന്നുള്ളൂവെങ്കിലും RSSന്റെ അത്തരം തിട്ടൂരമൊന്നും ഈ ചക്കാലക്കുത്തിന്റെ മണ്ണിൽ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ രാത്രി ക്യാമ്പ് നടക്കുന്ന NSS സ്കൂളിന് സമീപത്തുള്ള റോഡിലൂടെ ബൈക്കിൽ പോവുകയായിരുന്ന DYFI പ്രവർത്തകരെ RSS പ്രവർത്തകർ മർദ്ദിച്ചുവെന്നും ബൈക്ക് തല്ലി തകർത്തുവെന്നുമാണ് DYFIയുടെ പരാതി. മർദ്ദനമേറ്റ 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. മാർച്ചിന് DYFI പ്രവർത്തകരായ NM ഷഫീഖ്, അരുൺദാസ്, ഷാജി ചക്കാലക്കുത്ത്, സുജീഷ് പഞ്ഞലാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്നാൽ 7 ദിവസമായി നടന്നുവരുന്ന ക്യാമ്പിൽ സ്കൂളിലെ ഗേറ്റിന് പുറത്തുവച്ച് എല്ലാ ദിവസവും കുറച്ചുപേർ വന്ന് ബഹളം വെക്കുന്നതായും ഇത് ശനിയാഴ്ച രാത്രിയിൽ വർദ്ധിച്ചതോടെ കാര്യം അന്വേഷിക്കുവാനെത്തിയ RSS പ്രവർത്തകരുമായി വാക്തർക്കമുണ്ടായെന്ന് ബഹളം വെച്ചവരോട് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും RSS നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ ഇരുവിഭാഗവും നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.